എനിക്കൊപ്പം ചിലർ ഈ പറഞ്ഞ ഈ ആവേശത്തിനൊപ്പം ചേർന്ന പലരും നമുക്കൊപ്പം ഉണ്ട്. അവരെല്ലാം എം സ്വരാജിന് വേണ്ടി, വിജയത്തിന് വേണ്ടി ഇവിടെ നിലമ്പൂരിലെത്തിയവരാണ്. ഇങ്ങനെ ആവേശം കാണുമ്പോൾ എന്ത് തോന്നുന്നു? ആവേശം വോട്ടായി മാറുമോ? അവസാനത്തെ കൊട്ടിക്കലാശത്തിന് കാണുന്നേക്കാട്ടി ഇരട്ടി ആവേശമുണ്ട്. അതെല്ലാം വോട്ടാവുക എന്നുള്ളതാണ് പ്രതീക്ഷ. സുരാജിന്റെ വ്യക്തിത്വത്തിന് ജനങ്ങൾ എന്തായാലും നല്ലൊരു പ്രതിഫലം കാണും. ജയിക്കും, എന്തായാലും ിനുള്ള മറുപടിയാണ് ഇവിടെ നിന്ന് ഒരു എം സ്വരാജിന് അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യന്റെ പ്രതികരണം. എം സ്വരാജിന്റെ രാഷ്ട്രീയ വ്യക്തിത്വത്തിന്റെ മാന്യതയ്ക്ക് നിലമ്പൂരിലൊരു വോട്ടുണ്ട് അസിത, അത് ഉറപ്പാണ്. ആ എതിരാളികൾ പോലും എം സ്വരാജിനെ അക്കാര്യത്തിൽ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്തു. എം സ്വരാജിന് അനുകൂലമായ അത്തരത്തിലൊരു തരംഗം ഈ മണ്ഡലത്തിൽ ഉണ്ട്. അതൊരു രാഷ്ട്രീയത്തിനതീതമായ UDF-ൽ നിന്നും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരുമായ ഒരു ജനതയുടെ ഒരു ആവേശം എം സ്വരാജിന് അനുകൂലമായി നിലമ്പൂർ മണ്ണിലുണ്ട്. അതൊരു ഒന്നാമത്തെ കാര്യമാണ്. മറ്റ് പ്രധാനപ്പെട്ട കാര്യം അസിത സൂചിപ്പിച്ചത് ഈ പറഞ്ഞ UDF-ന്റെ തുടക്കത്തിൽ തന്നെ UDF നടത്തി. അത് പക്ഷേ LDF-ന്റെ ഫലപ്രദമായ ക്യാമ്പയിനിൽ അത് പൊളിഞ്ഞുപോയി, സോപ്പ് കുമിള പോലെ പൊളിഞ്ഞുപോയി. ഒന്നാമത്തെ കാര്യം, നിലമ്പൂരിന് പ്രത്യേകിച്ച് മലപ്പുറത്തിനെതിരെ ഇടത് നേതാക്കൾ മലപ്പുറം വിരുദ്ധ നിലപാട് സ്വീകരിച്ചു എന്ന ആദ്യ ആരോപണം. അത് തന്നെയാണ് മലപ്പുറം ജില്ലാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് EMS സർക്കാർ എടുത്ത നിലപാട്. അന്ന് ലീഗ് എവിടെയായിരുന്നു? ആര്യാടൻ ഷൗക്കത്തിന്റെ പിതാവ് ആര്യാടൻ മുഹമ്മദ് എവിടെയായിരുന്നു എന്ന ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോയപ്പോൾ അതിൽ നിന്ന് തലയൂരി UDF രക്ഷപ്പെട്ടു. രണ്ടാമത്തെ വലിയ വിവാദമെന്ന് ക്ഷേമ പെൻഷൻ കൈക്കൂലി എന്ന വേണുഗോപാലിന്റെ വിവാദ പരാമർശമാണ്. അതിലും അക്ഷരാർത്ഥത്തിൽ UDF കുടുങ്ങി. KC വേണുഗോപാൽ എന്ന AICC ജനറൽ സെക്രട്ടറിയെ ന്യായീകരിക്കാൻ നേതാക്കൾ ശ്രമിച്ചുവെങ്കിലും അത് കൂടുതൽ 43,000 പേരാണ് നിലമ്പൂർ മണ്ഡലത്തിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്നത്. 6.25 കോടി രൂപ കഴിഞ്ഞ തവണയും നിലമ്പൂർ മണ്ഡലത്തിൽ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി LDF സർക്കാർ വിനിയോഗിച്ചു. അതുകൊണ്ട് രാഷ്ട്രീയത്തിനതീതമായ ജനങ്ങൾ അക്കാര്യത്തിലും UDF-നെതിരാണ്. അവസാനം അസിത പറഞ്ഞു നിർത്തിയ രാഷ്ട്രീയം ഏറെ പ്രസക്തമാണ്. അത് ജമാഅത്ത് ഇസ്ലാമി എന്ന ആ മത തീവ്രവാദ മാത്രമല്ല അസിത, അതിനെ ന്യായീകരിച്ച് ജമാഅത്തെ ഇസ്ലാമി പഴയ ജമാഅത്തെ ഇസ്ലാമി അല്ല എന്ന് UDF-ന്റെ ചെയർമാനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് വെള്ളം പൂശുന്ന കാഴ്ച. ജമാഅത്തെ ഇസ്ലാമിയെ വർഗീയ പ്രസ്ഥാനമായ ജമാഅത്തെ ഇസ്ലാമിയെ വെളുപ്പിച്ചെടുക്കാനുള്ള ശ്രമം VD സതീശൻ നടത്തി. അതിൽ UDF-ലെ മുതിർന്ന നേതാക്കൾക്കടക്കം അതൃപ്തിയുണ്ട്. അത് കോൺഗ്രസിന്റെ നയമല്ല എന്ന് പല നേതാക്കൾക്കും തുറന്നു പറയേണ്ടി വന്നു. അതിൽ മുസ്ലിം ജനവിഭാഗത്തിലെ ജനങ്ങൾ കാര്യത്തിൽ അതൃപ്തരാണ്. അത് തെരഞ്ഞെടുപ്പിൽ അടിയൊഴുക്കുണ്ടാക്കുമെന്ന പ്രതീക്ഷ പല കോണുകളിൽ നിന്ന് LDF-നെ സംബന്ധിച്ചിടത്തോളമുണ്ട്. അതും UDF-ന് ആശങ്ക സൃഷ്ടിക്കുന്ന കാര്യമാണ്. അവസാനം ഈ പരിശോധന, ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥരുടെ പരിശോധന വിവാദമാക്കാനുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഷാഫി പറമ്പിലിന്റെയും ശ്രമം, അത് മുളയിലെ നുള്ളാൻ ഇവിടെ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട പ്രവർത്തകർക്കും നേതാക്കൾക്കുമായി അത് ഇലക്ഷൻ കമ്മീഷന്റെ പരിശോധനയാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞത് നമ്മൾ കൈരളിയടക്കം പുറത്തു കൊണ്ടുവന്ന ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥരുടെ പ്രതികരണമായിരുന്നു. അതൊരു സ്വാഭാവികമായ പരിശോധനയാണ്. കെ രാധാകൃഷ്ണനെ പരിശോധിച്ചു, അബ്ദുൾ വഹാബ് MP പരിശോധിച്ചു, ഷാനിമോൾ മുസ്വാനെ പരിശോധിച്ചു, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെ പരിശോധിച്ചു. അങ്ങനെ എല്ലാവരെയും പരിശോധിക്കുന്ന ഇലക്ഷൻ കമ്മീഷന്റെ ഒരു സാധാരണ തെരഞ്ഞെടുപ്പ് ഘട്ടത്തെ ഒരു സുരക്ഷാ പരിശോധനയാണ്. അതിനെപ്പോലും വഴിതെറ്റിച്ചുവിടാനുള്ള ശ്രമം UDF-ന്റെ ഭാഗത്തുണ്ടായി. ഇത്തരത്തിൽ എന്തൊക്കെ വിവാദം UDF ഉണ്ടാക്കാൻ ശ്രമിച്ചോ ആ വിവാദങ്ങളെല്ലാം തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശത്തിൽ എത്തി നിൽക്കുമ്പോൾ UDF തന്നെ പ്രതിരോധത്തിലാകുന്ന കാഴ്ചയുണ്ട്. ഒപ്പം അസിത മുഖവരയായി സൂചിപ്പിച്ച എം സ്വരാജ് എന്ന പൊതുകാര്യ നിലമ്പൂരിലുണ്ട്. നിലമ്പൂരിന്റെ മണ്ണിൽ എം സ്വരാജ് ഷൊർണൂറിൽ നിന്ന് വണ്ടി കയറി നിലമ്പൂരിലേക്ക് വന്നിറങ്ങിയത് മുതൽ ആ ആവേശം അലയടിച്ചു നിൽപ്പുണ്ട്. കൊട്ടിക്കലാശത്തിലും ആ ആവേശത്തിന്റെ കാഴ്ചകൾ കാണാം. അതുകൊണ്ട് ഈ കൊട്ടിക്കലാശത്തിന്റെ ആവേശം തെരഞ്ഞെടുപ്പിൽ വോട്ടായി മാറും എന്ന് തന്നെയാണ് LDF പ്രതീക്ഷിക്കുന്നത്. അസിത.